ഞാനും അമ്മയും കൂടെ അമ്മയുടെ വീട്ടിൽ പോവാണ്. കുറേ നാളിന് ശേഷമാണ് ഞാൻ അങ്ങോട്ടൊക്കെ പോകുന്നത്. ഇന്നാണെങ്കിൽ നമുക്ക് അവിടെ ഒരു കല്യാണത്തിന് ഫംഗ്ഷനും കൂടെ ഉണ്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ. പോകുന്ന വഴിക്ക് കണ്ടതാണ് ഈ കടയിലെ ബോർഡ്. വിശക്കുന്നവർക്ക് പൈസയില്ലാതെ ആഹാരം കഴിക്കാം. നല്ല രസമുണ്ടല്ലേ. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെത്തി. നമ്മുടെ വീട്ടിലാണ് പന്തലൊക്കെ ഇട്ടിരുന്നത്. ചെന്നപാടെ അമ്മായിയെയും വല്യമ്മയും എല്ലാവരെയും കണ്ടു. കുറേ നേരം അവിടെ ഇരുന്ന്. ഇത് നമ്മുടെ കുടുംബമാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ ഒരു അമ്മാവൻ്റെ വീട്ടിലോട്ട് വന്നു. എല്ലാം അപ്പുറം ഇപ്പുറമാണ്. അവിടെ വന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. അവരോടൊക്കെ കാര്യം പറഞ്ഞ ശേഷം പിന്നെയും കുടുംബത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എൻ്റെ ഞങ്ങളുടെ കുടുംബ വീടും അമ്മാവൻ്റെ വീട് ഇതാണ്. പറയുമ്പോൾ തൊട്ടപ്പുറം ഇപ്പുറമാണ്. ബട്ട് ആക്ച്വലി ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോകേണ്ട ദൂരമുണ്ട്. ഇങ്ങനെ കറങ്ങി പോകുമ്പോൾ ഫുള്ള് റബ്ബറൊക്കെയാണ്. ഇപ്പോൾ റബ്ബറൊക്കെ വെട്ടി. അതിൻ്റെ കൂടെ വെയിൽ. ഇങ്ങനെ തിരിച്ച് വീണ്ടും കുടുംബത്തോട്ട് പോവുകയാണ്. വൈകുന്നേരം ആയപ്പോൾ അമ്മാവൻ സ്നാക്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം എല്ലാവരും കൂടെ വൈകുന്നേരമാണ് കല്യാണ വീട്ടിലോട്ട് ഇറങ്ങുന്നത്. തൊട്ടപ്പുറമാണ് നമ്മൾ. പിന്നെ അമ്മ, വല്യമ്മ, അമ്മായി എല്ലാവരോടും അങ്ങോട്ട് ഇറങ്ങി. നമ്മൾ ചെന്നപ്പോൾ പെണ്ണ് അവിടെ ഇല്ലായിരുന്നു. അവൾ ഒരുങ്ങാൻ പോയേക്കുന്നേ ഉള്ളായിരുന്നു. പിന്നെ അവിടെ നിന്ന് എല്ലാവരോടും കാര്യമൊക്കെ പറഞ്ഞ് ഇന്നിവിടെ മെഹന്തി കല്യാണമൊക്കെ ഉണ്ട്. പക്ഷേ ഒത്തിരി ലേറ്റാവും. എനിക്കിന്ന് തിരിച്ച് വീട്ടിലോട്ട് ഇനി വരണം. അതുകൊണ്ട് നിൽക്കാൻ പറ്റിയില്ല. പിന്നെ അത്രയും നേരം നിന്ന് എല്ലാവരോടും കാര്യമൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്ക് ഇവൾ വന്നിട്ടുണ്ട്. എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള കുട്ടിയാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളും പ്രായമായെന്നൊക്കെ തോന്നുന്നത്. അങ്ങനെ അവളുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ റൈസ് മാത്രമേ എടുത്തുള്ളൂ. നോൺ വെജ് ഒന്നും അത്ര ഇഷ്ടമല്ല. അത് കഴിഞ്ഞിട്ട് അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവൻ്റെ കൂടെ വീട്ടിലോട്ട് വന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കരിമ്പ് ഏതാണ്ടൊക്കെ സാധനമൊക്കെ പെറുക്കി എടുത്തുകൊണ്ട് പിന്നെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.